നമസ്കാരം. പ്രധാന വാർത്തകൾ. വരവൂരിൽ മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാകാതെ സമീപവാസിയായ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമം പോലീസുകാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. ജനജീവിതം ദുസ്സഹമാക്കിയ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത്. വാളയാർ അതിർത്തിയിലും തൃശൂർ മുല്ലക്കരയിലും വൻ ലഹരിവേട്ട. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 211 ഗ്രാം മെത്താഫിറ്റമിൻ എക്സൈസ് പിടികൂടി. തൃശൂരിലെ മുല്ലക്കരയിലെ പരിശോധനയിൽ 40 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് അധികൃതർ. ആരോഗ്യരംഗത്ത് ഒറ്റപ്പാലം നഗരസഭ മറ്റൊരു ചുവടുവയ്പ്പിലേക്ക്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിൽ CT സ്കാൻ, USG സ്കാൻ പുതുതായി സജ്ജീകരിക്കും. പദ്ധതി ആരംഭിക്കുന്നതിനായി ഒറ്റപ്പാലം MLA HLയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കും. എല്ലാവിധ ആധുനിക മെഷീനറികളും ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സ ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആശുപത്രി അധികൃതർ. കാട്ടാനാക്രമണങ്ങളെ തുടർന്ന് പഴയന്നൂർ തിരുമണി ഗ്രാമം കടുത്ത ഭീതിയിൽ. തുടർച്ചയായി 4 രാത്രികളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനോ സ്വസ്ഥമായി ഉറങ്ങാനോ കഴിയാത്ത സ്ഥിതിയെന്ന് നാട്ടുകാർ. പത്തിരിപ്പാലയിൽ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷം. ഈ വർഷത്തെ പട്ടിക്കാംതൊടി പുരസ്കാരം കലാമണ്ഡലം കേശവൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ചടങ്ങ് സംഘടിപ്പിച്ചത് ഗാന്ധി സേവാ സദനവും പട്ടിക്കാംതൊടി സ്മാരക ട്രസ്റ്റും ചേർന്ന്. നവരാത്രി ആഘോഷം തുടരുന്നു. ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ. സമാപനം 2-ന് വിദ്യാരംഭ ചടങ്ങുകളോടെ. വാർത്തകൾ വിശദമായി. വരവൂരിൽ മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാകാതെ യുവാവിന്റെ ആത്മഹത്യാശ്രമം. പ്ലാന്റിന് സമീപം താമസിക്കുന്ന 40 വയസ്സുള്ള ബാബുവാണ് ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. മാലിന്യ പ്ലാന്റിന്റെ ദുർഗന്ധം സഹിക്കാൻ വയ്യാതെയാണ് യുവാവ് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പോലീസുകാരും നാട്ടുകാരും സമയോചിതമായി ഇടപെട്ടതിനെ തുടർന്നാണ് യുവാവിനെ രക്ഷപ്പെടുത്താനായത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ വരവൂരിൽ മാലിന്യ ഫാക്ടറിയിലേക്ക് എരുമപ്പെട്ടി പോലീസിന്റെ അകമ്പടിയോടെ വാഹനത്തിൽ മാലിന്യം എത്തിച്ചു. മാലിന്യം തട്ടുന്നതിനിടെ ഉയർന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാതെ സമീപവാസിയായ 40 വയസ്സുള്ള ബാബുവാണ് കയ്യിൽ മണ്ണെണ്ണ കുപ്പിയുമായി ഇവിടേക്കെത്തിയത്. പോലീസും നാട്ടുകാരും നോക്കി നിൽക്കെ മണ്ണെണ്ണ ശരീരത്തിലൊഴിക്കുകയായിരുന്നു. തുടർന്ന് തീ കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാളെ തടഞ്ഞു. പ്ലാന്റ് ഇവിടെ വന്നതു മുതൽ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് യുവാവ് പറഞ്ഞു. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയുമുണ്ടായില്ല. ഇത്തരത്തിലുള്ള ജീവിതത്തേക്കാൾ ഭേദം ആത്മഹത്യയാണെന്നാണ് യുവാവിൻ്റെ വാദം. സ്ത്രീകൾ ഉൾപ്പെടെ പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വാർഡ് മെമ്പറെ നാട്ടുകാർ തടഞ്ഞു. നേരത്തെയും വാർഡ് മെമ്പർക്കെതിരെ പ്രതിഷേധം ഉയർത്തിയിരുന്നെങ്കിലും പ്ലാന്റ് മാറ്റിസ്ഥാപിക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾ വോട്ട് ചെയ്ത ഒരു മെമ്പർക്ക് ഇവിടെ ജയിച്ചാൽ ഉത്തരവാദിത്തം ഇല്ലാന്ന് പറയുന്നത്. ഉത്തരവാദിത്തം ഇല്ലാന്ന് ഈ പറയുന്നത് നിങ്ങളൊക്കെയാണ് അതിന് അനുമതി കൊടുത്തത്, ഒപ്പിട്ട് കൊടുത്തത്. നമുക്ക് ഞങ്ങൾ ഇറങ്ങുന്ന വണ്ടി എടുത്തിറങ്ങ്. ഞങ്ങൾ ഇറങ്ങാം, വായോ. നിങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ വാർഡ് മെമ്പറാ. ഞങ്ങൾ ഒപ്പിട്ട് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട ആളാ. ഈ ആളുകളെ കൊടുക്കേണ്ട ആളല്ല. ഈ ആളുകളെ ഞങ്ങളറിയില്ല. പഞ്ചായത്തിലൊക്കെ അറിയലോ. പശുപാമ്പ് പ്ലാന്റ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട UDFന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും മാർച്ചും സംഘടിപ്പിച്ചു. നേതാക്കളായ മുസ്തഫ, സലീം, അൻവരി, M വീരചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
വാളയാർ അതിർത്തിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ വൻ ലഹരിവേട്ട. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ വെച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 211 ഗ്രാം മെത്താഫിറ്റമിൻ എക്സൈസ് പിടികൂടി. എക്സൈസ് ഇൻസ്പെക്ടർ N. പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ ഒളിപ്പിച്ച് ലഹരിമരുന്ന് കടത്താൻ ശ്രമിച്ചത് പിടികൂടിയത്. സംഭവത്തിൽ തൃശൂർ ചാവക്കാട് സ്വദേശി PS ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 211.4 ഗ്രാം മെത്താഫിറ്റമിൻ കണ്ടെടുത്തു. കൊച്ചിയിലെ ആളുകൾക്ക് എത്തിച്ചു വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇയാൾ വലിയ തോതിൽ ലഹരിമരുന്ന് കടത്തിയതെന്ന് എക്സൈസ് പറഞ്ഞു. വാഹന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CV രാജേഷ് കുമാർ, BJ ശ്രീജി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസറായ സജീഷ് KM, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അശ്വന്ത്, സുബിൻ രാജ് S എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മുല്ലക്കരയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 40 ഗ്രാം MDMAയുമായി 2 പേർ എക്സൈസിന്റെ പിടിയിൽ. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഒല്ലൂക്കര സ്വദേശി സിൻഡോ ആന്റണി, മുഹമ്മദ് ഷഫീർ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിൽ എത്തിച്ച MDMAയാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരും. പ്രതികൾ ഏതാനും ദിവസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അറസ്റ്റിലായ സിൻഡോ കാപ്പ കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യരംഗത്ത് ഒറ്റപ്പാലം നഗരസഭ മറ്റൊരു ചുവടുവയ്പ്പിലേക്ക്. നഗരസഭയുടെ നിയന്ത്രണത്തിൽ വരുന്ന താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ CT സ്കാൻ, USG സ്കാൻ എന്നിവ പുതുതായി ഒരുക്കും. പദ്ധതി ആരംഭിക്കുന്നതിനായി HLുമായി ഒക്ടോബർ 3 ഒറ്റപ്പാലം MLA ധാരണാപത്രം ഒപ്പുവയ്ക്കും. എല്ലാവിധ ആധുനിക മെഷീനറികളും ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുകയാണ് ആശുപത്രി അധികൃതരുടെ ലക്ഷ്യം. പദ്ധതി ആരംഭിക്കുന്നതിനായി HLുമായി ഒക്ടോബർ 3 രാവിലെ 11:30 ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. CT സ്കാനിങ്ങും അൾട്രാസൗണ്ട് സോണോഗ്രാഫി സ്കാനിംഗ് മെഷീനും 5 കോടിയോളം രൂപ ചെലവിലാണ് ആശുപത്രിയിൽ സജ്ജീകരിക്കുക. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സേവനം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി, വൈസ് ചെയർമാൻ K. രാജേഷ് എന്നിവർ അറിയിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ CT സ്കാനും അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീനും സ്ഥാപിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട MOU ഒപ്പുവെക്കുന്നതിന് വേണ്ടി 3-ാം തീയതി MLA ഉൾപ്പെടെ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ സമയം നൽകിയിരിക്കുകയാണ്. 3-ാം തീയതി MOU ഒപ്പുവെക്കും. പാലക്കാട് ജില്ലയിൽ ഇത്തരം സൗകര്യമുള്ള ഒരു താലൂക്ക് ആശുപത്രിയായി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മാറാൻ വേണ്ടി പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റേഡിയോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ടെക്നീഷ്യന്മാരെ അവരാണ് തീരുമാനിക്കുന്നത്. താലൂക്ക് ആശുപത്രിയിൽ ഇതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യം ഒരുക്കി നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ ചുരുങ്ങിയ ചെലവിൽ 24 മണിക്കൂറും ഈ സേവനം നൽകുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ മാറ്റങ്ങളുടെ കാലമാണ്. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലെ രക്തബാങ്കിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തുള്ള പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ചത്. വിവിധ ഗ്രൂപ്പുകളിലേക്കുള്ള രക്തം സ്വീകരിച്ച് സംഭരിക്കാനാകുമോ എന്നത് സംബന്ധിച്ചായിരുന്നു പരീക്ഷണം. ENT വിഭാഗത്തിൽ കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 272 ശസ്ത്രക്രിയകളാണ് നടത്തിയത്. പുതിയ കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളും കൂടി വന്നതോടെ ആധുനിക നിലവാരത്തിലേക്ക് മാറിയ ആശുപത്രിയിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് 100 കണക്കിന് രോഗികളാണ്. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളുടെ നിലവാരം എടുത്തു പരിശോധിച്ചാൽ സങ്കീർണമായ പല ശസ്ത്രക്രിയകളും വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെൻറ് ആശുപത്രി മുൻപന്തിയിലാണുള്ളത്. ആശുപത്രിയിൽ എല്ലാവിധ ആധുനിക മെഷീനുകളും എത്തിച്ച് മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അക്ഷരങ്ങളോടും അറിവിനോടും അകൽച്ചയുള്ളവർക്ക് ഗ്രന്ഥശാലകളോടുള്ള താൽപ്പര്യമില്ലായ്മ സ്വാഭാവികമെന്ന് കഥാകൃത്ത് മുണ്ടൂർ സേതുമാധവൻ. പാലക്കാട് പബ്ലിക് ലൈബ്രറി സംരക്ഷണ സമിതി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ. അറിയപ്പെടാതിരുന്ന പലർക്കും മേൽവിലാസമുണ്ടായത് അറിവിലൂടെയാണ്. പബ്ലിക് ലൈബ്രറിയെ കുടിയിറക്കുകയല്ല പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടതെന്നും
മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. പൂട്ടി ഇരുന്നിരുന്ന നിഷ്ക്രിയമായി കിടന്നിരുന്ന ആ ലൈബ്രറിയെ അന്നത്തെ മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയാണ് ഈ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവന്നത്. ഒരു 19 കൊല്ലമായിട്ടുണ്ടാവും. ഞങ്ങളൊക്കെ അന്ന് അതിൻ്റെ മുമ്പിൽ പുസ്തകവും കയ്യിലേറ്റി ഈ റൂമിലേക്ക് വന്ന ഒരോർമ്മ ഇപ്പോഴും. അവിടെ നിന്ന് ഇന്ന് മുനിസിപ്പാലിറ്റി ആ ലൈബ്രറിയെ കുടിയിറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ജില്ലാ ലൈബ്രറി വൈസ് പ്രസിഡന്റ് CP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. പബ്ലിക് ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ, TR അജയൻ, PA വാസുദേവൻ, CP ചിത്രഭാനു, ജയശീലൻ, KA നന്ദജൻ, കാസിം മാസ്റ്റർ, സുകുമാരൻ മാസ്റ്റർ, രാമകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ ചാഴിയാട്, PC ഏലിയാമ്മ, AK ചന്ദ്രൻകുട്ടി, രവി തൈക്കാട്, K ജയപ്രകാശ്, പ്രൊഫസർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിൽ ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി വാർഡ് സഭ അയ്യങ്കാളി തൊഴിലുറപ്പ് ഉപസമിതി സംഗമം ചേർന്നു. ഷൊർണൂർ നഗരസഭ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭ CDSന്റെ ആഭിമുഖ്യത്തിലാണ് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി വാർഡ് സഭ അയ്യങ്കാളി തൊഴിലുറപ്പ് ഉപസമിതി സംഗമം സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സംഗമം ഉദ്ഘാടനം ചെയ്തു. 1998 ആരംഭിച്ച് ഈ 2025 പൂർത്തിയാക്കുന്ന വേളയിൽ ഒരുപാട് പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റെടുത്തത് കാണാൻ സാധിക്കും. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, അവർ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടി, സാമ്പത്തികമായ അവരുടെ ചൂഷണങ്ങൾ, അവർ നേരിടുന്ന ചൂഷണങ്ങൾ ഒഴിവാക്കാനായി എല്ലാം മുന്നോട്ട് പോകാൻ സാധിച്ച ഒരു മേഖലയാണ് കുടുംബശ്രീ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുതിയ മാനം ലഭ്യമാകുന്ന അവസ്ഥ. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായി. ചലനം മെന്റർ എന്നതുമായി ബന്ധപ്പെട്ട് മിനി ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്തെ ഫർസാന, പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ, ഉപസമിതി അംഗം മാലിനി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് തലത്തിൽ 1ാം സ്ഥാനവും ജില്ലാ തലത്തിൽ 3ാം സ്ഥാനവും ലഭിച്ച നന്ദനം കുടുംബശ്രീക്കുള്ള ഉപഹാരം ചെയർമാൻ കൈമാറി. കൂടാതെ ബ്ലോക്ക് തലത്തിൽ 1ാം സ്ഥാനവും ജില്ലാ തലത്തിൽ 3ാം സ്ഥാനവും ലഭിച്ച ആന്തൂർക്കുന്ന് ADSനുള്ള ഉപഹാരവും ചെയർമാൻ കൈമാറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം പാലപ്പുറത്ത് വളർത്തുപൂച്ചയ്ക്ക് നേരെ തെരുവ് നായ്ക്കളുടെ കൂട്ടാക്രമണം. 5ഓളം തെരുവ് നായ്ക്കൾ ചേർന്നാണ് പാലപ്പുറം വിദ്യാനഗർ റെസിഡൻസിയിലെ സാകേത് വീട്ടിൽ സുദക്ഷിണ വളർത്തുന്ന പൂച്ചയെ മൃഗീയമായി ആക്രമിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. സുദക്ഷിണിയുടെ വീട്ടിൽ 4 വളർത്തുപൂച്ചകളാണ് ഉണ്ടായിരുന്നത്. 2 മാസ കാലയളവിൽ ഇതിൽ 3 പൂച്ചകളെ കാണാതായി. ഇവയെ തെരുവ് നായ്ക്കൾ കൊന്നതാകാമെന്നാണ് ഉടമ പറയുന്നത്. അധികം ഒച്ചയും ഒന്നും ഉണ്ടാക്കിയില്ല ഈ നായ്ക്കൾ. പക്ഷെ ഇത് പെട്ടെന്ന് വന്നിട്ട് ഈ പൂച്ചേനെ ഈ ഷൂറാക്കിൻ്റെ മുകളിൽ അങ്ങോട്ട് എത്തിച്ചാടിയിട്ട് ഇങ്ങോട്ട് കടിച്ചെടുക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും മറ്റു 3-4 കൂടെ കടി കൂടി. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ അച്ഛനെ നോക്കണ മോനെ ചേച്ചിയുണ്ട്, അവർ ഭയങ്കര ഒച്ചത്തിൽ ബഹളം വെച്ചു. അപ്പം മോനിവിടെ പുറത്ത് ഡൈനിങ് റൂമിലായിരുന്നു. അവൻ ഓടി വന്ന് പെട്ടെന്ന് എന്താ ചെയ്യണത്, കയ്യിൽ ഷൂസോ ചെരുപ്പൊക്കെ വലിച്ചെറിഞ്ഞു നായയുടെ മുകളിലേക്ക്. അപ്പോൾ 1-2 പിടുത്തം വിട്ടു. പിന്നെ അങ്ങനെ മെല്ലെ ഒരു പിടുത്തം വിട്ട് പോയി. പക്ഷെ ഇത് അപ്പോഴേക്കും പൂച്ച ഒരു പകുതി ജീവന്മാരിയായി. ഇപ്പോൾ ഇതേ സംഭവം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫിസിയോതെറാപ്പിക്ക് ഞാൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ നായ്ക്കുട്ടികളൊക്കെ വന്നിട്ട് ഒരെണ്ണം നമ്മൾ ശരിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒരെണ്ണം കുറച്ച് തുടങ്ങിയ ഈ 5 ബാക്കിയുള്ള 5 കുറയ്ക്കുക. പിന്നെ അതിന് തള്ളപ്പെട്ടിയും കുറച്ച് പിന്നാലെ വന്നു. അപ്പോൾ അതുപോലെ ഒരു സ്കൂട്ടറുകാർ നേരെ വന്നപ്പോൾ അവർ ഇതിനൊന്ന് ഓടിച്ചു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് കുനിഞ്ഞ് കല്ലെടുത്തപ്പോൾ അതൊക്കെ ഓടിപ്പോയി. ഇവിടെ സ്ഥിരം തെരുവുനായ്ക്കളുടെ കഴിഞ്ഞ ദിവസം സമീപത്തെ തുന്നൽ തൊഴിലാളിയായ അബൂബക്കറിന്റെ വീടിനോട് ചേർന്ന് ഒരു പൂച്ചയെ നായ്ക്കൾ കൊന്നിട്ടിരുന്നു. പ്രദേശത്ത് ആളുകളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നതായി പരാതിയുണ്ട്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. ഓരോ ഗല്ലിയിലും ഓരോ റോട്ടിലും ഓരോ ഗ്യാങ് താവളം പോലെ ആക്കിയിരിക്കുക. എൻ്റെ വീടിൻ്റെ റോട്ടിൽ ഇതുപോലെ 10-15 ഈ റോട്ടിലുണ്ട്, തൊട്ടടുത്ത റോട്ടിലുണ്ട്, ഈ അബൂബക്കർ പറഞ്ഞ റോട്ടുണ്ട്. ഓരോ റോട്ടിലും ഓരോ ആധിപത്യമാണ്. അവിടെ വേറൊരു നായ്ക്കൾക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ആക്രമിച്ച് അവർ ഒറ്റയ്ക്ക് കുട്ടികൾക്കൊക്കെ പോകുമ്പോൾ
എൻ്റെ വീടിൻ്റെ വഴിക്ക് ഒരു നമ്മുടെ അവിടുത്തെ ഒരു നായ കടിച്ചു, പിന്നാലെ ഓടിയിട്ട് കാലിൽ കടിച്ചു പറിച്ചു കാല്. അതുപോലെ എല്ലാവരും ആക്രമിക്കുക, ഇത് വളരെ ഒരു ഭീകരമാണ്. എൻ്റെ സ്കൂളിൻ്റെ ബാക്കിൽ പ്രത്യേകിച്ച് വിദ്യാനഗർ മേഖലയിൽ എന്തെങ്കിലും ശക്തമായ ഒരു ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് വരുന്നത് വേണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കാട്ടാന ആക്രമണങ്ങളെ തുടർന്ന് പഴയന്നൂർ തിരുമണി ഗ്രാമം കടുത്ത ഭീതിയിൽ. തുടർച്ചയായി 4 രാത്രികളിലാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഇന്നലെ രാത്രിയും വലിയൊരു കൊമ്പനാനയുൾപ്പെടെയുള്ള കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ എത്തിയിരുന്നു. തുടർച്ചയായ ആക്രമണം മൂലം പ്രദേശവാസികൾക്ക് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനോ സ്വൈരമായി ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയാണ്. കാട്ടാനകളുടെ സാന്നിധ്യം മൂലം തിരുമണിയിലെ ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണിപ്പോൾ. വിവരമറിഞ്ഞ് എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആനകളെ മാറ്റിയതിന് ശേഷവും വനപാലകർ മേഖലയിൽ പട്രോളിംഗ് തുടർന്നു. തുടർച്ചയായി കാർഷിക വിളകൾ നശിപ്പിക്കപ്പെടുന്ന ഈ സാഹചര്യം നേരിടാൻ ശാശ്വത നടപടിയുണ്ടാകണമെന്നാണ് തിരുമണി നിവാസികളുടെ ആവശ്യം. നിലവിലെ പ്രതിരോധ മാർഗങ്ങൾ അപര്യാപ്തമായതിനാൽ രാത്രികാലങ്ങളിൽ ജാഗ്രത ശക്തമാക്കാനും ആനകളെ തുരത്താൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശത്തെ കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ കല്ലേക്കാട് പൊടിപ്പാറ ഭാഗത്ത് ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് പൊട്ടിവീണ് 3 വാഹനങ്ങൾക്ക് സാരമായ പരിക്കേറ്റു. മരത്തിന് ചുവട്ടിൽ നിർത്തിയിട്ടിരുന്ന 3 ഇരുചക്ര വാഹനങ്ങൾക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുണ്ടായ മഴയിലും കാറ്റിലുമാണ് മരക്കൊമ്പ് പൊട്ടിവീണത്. പലപ്പോഴും ധാരാളം ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയും വാഹനങ്ങൾ നിർത്തിയിടുകയും ചെയ്യുന്ന ഭാഗമാണിത്. ക്രിട്ടിക്കൽ കെയർ മെമ്പറായ പൊടിപ്പാറ ഫൈസൽ, പൊടിപ്പാറ സ്വദേശികളായ നവാസ്, അനീഷ്, സുനീർ, നടരാജൻ എന്നിവരും നാട്ടുകാരും പരിസരത്തെ MH ഹോട്ടൽ ജീവനക്കാരും ചേർന്ന് മരക്കൊമ്പ് വെട്ടിമാറ്റി ഗതാഗത തടസ്സങ്ങൾ നീക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപ്രക്ഷോഭ പ്രചരണ ജാഥ നടത്തി. വാടാനംകുറിശ്ശിയിൽ ജാഥയുടെ ഉദ്ഘാടനം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറൂട്ടർ നിർവഹിച്ചു. വില്ലേജ് പടി, പോക്കുപടി തുടങ്ങിയ സ്ഥലങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഓങ്ങല്ലൂരിൽ നടന്ന സമാപന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം C മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. K ഉണ്ണികൃഷ്ണൻ, C സോമസുന്ദരൻ, P രാജേഷ്, C ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അനങ്ങനടി വില്ലേജ് ഓഫീസിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ബോധപൂർവം ഒരു ഉദ്യോഗസ്ഥൻ വിമുഖത കാണിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു നേതാക്കളുടെ പ്രതിഷേധം. പുതുതായി ചാർജ് എടുത്ത വില്ലേജ് ഓഫീസറെ നേതാക്കൾ നേരിട്ടെത്തി വിവരം ധരിപ്പിച്ചു. അനങ്ങനടി വില്ലേജ് ഓഫീസിലെ പ്രശാന്ത് എന്ന ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണമുന്നയിച്ചാണ് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധവുമായി എത്തിയത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മുൻപ് ഈ ഓഫീസിൽ വർക്ക് ചെയ്തപ്പോഴും പാവപ്പെട്ട ജനങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ പലവട്ടം നടത്തിയിരുന്നതായും സ്ഥലം മാറിപ്പോയ ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം എത്തിയപ്പോഴും അത്തരം സമീപനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ബ്ലോക്ക് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച രാവിലെ വില്ലേജ് ഓഫീസിലെത്തി നേതാക്കൾ വിഷയം വില്ലേജ് ഓഫീസറെ ധരിപ്പിച്ചു. 75 വയസ്സുള്ള ഒരാളെ 9 തവണ സർട്ടിഫിക്കറ്റ് ആവശ്യത്തിനായി നടത്തിച്ചിട്ടുണ്ടെന്നും പണക്കാർക്ക് മാത്രം വേഗത്തിൽ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും എന്നാൽ പാവപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബോധപൂർവം വിമുഖത കാണിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ സമീപനം ശരിയല്ലെന്നും നേതാക്കൾ വില്ലേജ് ഓഫീസറെ അറിയിക്കുകയായിരുന്നു. വിഷയത്തിൽ ഒറ്റപ്പാലം താലൂക്ക് തഹസിൽദാർക്ക് പരാതി നൽകി. വേണ്ടിവന്നാൽ വില്ലേജ് ഓഫീസ് പിക്കറ്റിംഗ് നടത്താൻ മുതിരുമെന്നും ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ NK സുജിത്ത്, P ഉസ്മാൻ, EP ഷഫീഖ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിൽ 2ാമത് അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EP പൗലോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ പാടശേഖര കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത അവലോകന യോഗത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതിയെക്കുറിച്ചും കർഷകർക്കുള്ള എല്ലാ സംശയങ്ങൾക്കും ചൂലന്നൂർ മയിൽ സങ്കേതത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PR പ്രകാശൻ മറുപടി നൽകി. കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി S അഫ്താബ്, പഞ്ചായത്ത് ജീവനക്കാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ ഓഫീസർ KS ഗിരീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളം തൊഴിൽ മേള സംഘടിപ്പിച്ചു. ലക്കിടിയിലെ അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കിൻഫ്രയിലായിരുന്നു മേള. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മേള ഉദ്ഘാടനം ചെയ്തു.
ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിജ്ഞാന കേരളം തൊഴിൽമേള ലക്കിടി അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കിൻഫ്രയിൽ നടന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്രപ്രസാദ് മേള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സി ബാബു അധ്യക്ഷനായി. കെ സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. എസ് അശ്വതി, കെ രാധാകൃഷ്ണൻ, കോമളം ടീച്ചർ, കെ അജേഷ്, എൻ പി സത്യഭാമ, സി അബ്ദുൽ ഖാദർ, വി സുരേഷ് മോഹൻ, എം രാമകൃഷ്ണൻ, പി കനകരാജൻ, പി കെ ശൈലജ, പി സ്മിത, ആർ രാഹുൽ, അലീഷ, പി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുമായി ബന്ധപ്പെട്ട് കാനഡ പോലുള്ള US-ലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമാണ്. അമേരിക്കയിൽ പുതിയ നിയമങ്ങളുണ്ട് വിസയുമായി ബന്ധപ്പെട്ട്. സ്വാഭാവികമായും അവർ തൊഴിലെടുക്കുന്ന ആളുകൾ കേരളത്തിൽ ഇത്തരം ജോലി സംരംഭങ്ങൾ, ജോലി സാധ്യതകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ലഭ്യമാക്കേണ്ടത് സർക്കാരിനുണ്ട്. കേരളത്തെ കുറിച്ച് സാധാരണ പറയുന്നത് തൊഴിലിന് അല്ലെങ്കിൽ വ്യവസായത്തിന് അനുയോജ്യമല്ലാന്ന് ഒരുപക്ഷെ പറഞ്ഞു കേട്ട ക്ലീശയായി പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. പക്ഷെ വർത്തമാനകാലത്ത് പരിശോധിച്ചാൽ അത്തരത്തിൽ തൊഴിൽ സംരംഭത്തിന്റെ ഭാഗമായി മറ്റു കാലങ്ങൾ കൊണ്ട് മുട്ടപ്പെട്ട ഒരു വ്യവസായ സ്ഥാപനം കേരളത്തിലില്ല. അഭ്യസ്തവിദ്യരായ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനായി വിജ്ഞാന കേരളം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ പരിപാടി ആവിഷ്കരിച്ചു വരികയാണ്. തൊഴിൽ ദാതാക്കളെയും തൊഴിൽ അന്വേഷകരെയും തൊഴിൽ മേളയിലൂടെ ബന്ധപ്പെടുത്തുകയും അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കുന്നതിനും പ്രാദേശികമായുള്ള തൊഴിൽ വിഭവശേഷി പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കുക എന്നതാണ് ഈ പദ്ധതി പ്രധാനമായും വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോങ്ങാട് ചല്ലിക്കൽ അപകടത്തിൽ പരിക്കിൽ നിന്ന് മോചിതരായ 5 കുട്ടികളുടെയും സ്കൂളിലേക്കുള്ള തിരിച്ചുവരവ് ആഘോഷമാക്കി. ബംഗ്ലാവ് കുന്നിൽ നിന്നും താളമേളങ്ങളുടെയും ദഫ്മുട്ടിൻ്റെയും പുലികളിയും പൂതനം തിറയും മാവേലിയും വാമനും ചേർന്ന ഘോഷയാത്രയോടെയാണ് 5 കുട്ടികളെയും ഓട്ടോ ഡ്രൈവർ സുഹൈലിനെയും സ്വീകരിച്ച് ആനയിച്ചത്. KPRP ഹൈസ്കൂൾ വരെ നീണ്ട ഘോഷയാത്ര തിരിച്ച് സ്കൂളിലെത്തിയപ്പോൾ സഹപാഠികൾ പൂച്ചെണ്ട് നൽകിയും പ്രധാനാധ്യാപിക ശൈലതയും സീനിയർ അധ്യാപിക സുജാതയും മധുരം നൽകിയും കുട്ടികളെ സ്വീകരിച്ചു. ഈ സമയത്ത് സ്കൂളിലെ വിവിധ ക്ലാസ് മുറികളിൽ നിന്നും ഉയർന്ന ഹർഷാരവം 5 കുട്ടികൾക്കും മറക്കാത്ത അനുഭവമായി. കോങ്ങാട് GUP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് മിൻഹാജ്, ഹുസ്ന 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് ഇസ്ബുദ്ദുള്ള, സന ഫാത്തിമ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സൻഹ ഫാത്തിമ എന്നീ കുട്ടികൾക്കും ഓട്ടോ ഡ്രൈവർ സുഹൈലിനുമാണ് പരിക്കേറ്റത്. കോങ്ങാട് മദ്രസ പഠനം കഴിഞ്ഞ കുട്ടികൾ ബന്ധുകൂടിയായ സുഹൈലിൻ്റെ ഓട്ടോയിൽ മടങ്ങുമ്പോൾ ചല്ലിക്കൽ ഇറക്കത്തിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ച് ഓട്ടോയിൽ കാറിടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ അടക്കം 6 പേർക്കാണ് പരിക്കേറ്റത്. എതിരെ വന്ന കാർ ഇവർ സഞ്ചരിച്ച ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ചികിത്സാ സഹായ സമിതി ചെയർമാൻ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത്, വൈസ് പ്രസിഡന്റ് MP ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗം A പ്രശാന്ത്, പഞ്ചായത്ത് അംഗം PA കൃഷ്ണൻകുട്ടി, ചികിത്സാ സഹായ സമിതി കൺവീനർ PA ഗോകുൽദാസ്, പ്രധാനാധ്യാപിക VP ശ്രീലത, PTA വൈസ് പ്രസിഡന്റ് സതീഷ് ബാബു, BPC AM അജിത്, പള്ളി കമ്മിറ്റി സെക്രട്ടറി അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല ഗാന്ധി സേവാ സദനത്തിൽ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടന്നു. കലാമണ്ഡലം കേശവൻ നമ്പൂതിരി പട്ടിക്കാംതൊടി പുരസ്കാരം ഏറ്റുവാങ്ങി. ഗാന്ധി സേവാ സദനം, കഥകളി അക്കാദമി, പട്ടിക്കാംതൊടി സ്മാരക ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷവും പുരസ്കാര സമർപ്പണവും നടത്തിയത്. ഗാന്ധി സേവാസദനം ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ്. കലാമണ്ഡലം വൈസ് ചാൻസലർ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിന്റെ പ്രക്രിയ ഒരു ട്രാൻസ്ലേഷനിലൂടെ ഒരു മൂർത്തമായ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന പ്രക്രിയ ഒരു ചെറിയ കാര്യമല്ല. അതിൽ വരുന്ന ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അദ്ദേഹം ഒരു ഓർമ്മയിലൂടെ അല്ലെങ്കിൽ ഓർമ്മയെ നമുക്ക് മുന്നിലേക്ക് ഓർമ്മയെ മുന്നിലേക്ക് കൊണ്ടുവെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തോട് പറയുന്നത്
നമുക്ക് ഓർമ്മയുള്ളവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ആശാസ്യകരമായ കാര്യമാണ്. സദനം കഥകളി അക്കാദമി ചെയർമാൻ ഡോക്ടർ PK മാധവൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പുരസ്കാര ജേതാവ് കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്ക് വൈസ് ചാൻസലർ പുരസ്കാരം സമ്മാനിച്ചു. ശ്രീവത്സൻ ടിയാടി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. മണ്ണൂർ രാജകുമാരനുണ്ണി കേശവൻ നമ്പൂതിരിയെ അംഗവസ്ത്രമണിയിച്ചു. കലാനിലയം ബാലകൃഷ്ണൻ, അപ്പുകുട്ടൻ, സുരലയ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സദനം ഹരികുമാർ നിർമ്മിച്ച മൺമറഞ്ഞ കലാകാരന്മാരുടെ ശില്പങ്ങളുടെ അനാച്ഛാദന ചടങ്ങും നടന്നു. കലാമണ്ഡലം കൃഷ്ണൻ നായർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പ്, കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ, കടത്തനാട്ട ഗോവിന്ദൻ നമ്പീശൻ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ എന്നിവരുടെ അർദ്ധകായ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തത്. പുരസ്കാര ജേതാവ് മറുപടി പ്രസംഗം നടത്തി. ഡോക്ടർ സദനം ഹരികുമാർ സ്വാഗതവും സദനം രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വൈകിട്ട് ദുര്യോധനവധം കഥകളിയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ദേശമംഗലത്ത് 6ാം വാർഡ് മെമ്പർ PI ഷാനവാസിന്റെ ഒപ്പം മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് രഞ്ജിത മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. അഹല്യ ഫൗണ്ടേഷൻ ഐ കെയർ സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് രഞ്ജിത മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ് സെക്രട്ടറി CM അൻഫാസ് മുഖ്യാതിഥിയായിരുന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് അലി, അജിത കൃഷ്ണൻകുട്ടി, PI അബ്ദുൽ സലാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് വെളുത്തേടത്ത്, മുജീബ് കുമ്മിടിയിൽ, രാധാകൃഷ്ണൻ, PU നന്ദനകൃഷ്ണ, ഡോക്ടർ ശ്രുതി എന്നിവർ നേതൃത്വം നൽകി. നൂറുകണക്കിന് ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സാ സൗകര്യമൊരുക്കുമെന്ന് മെമ്പർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൂണിത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചത്. മെഗാ തിരുവാതിരക്കളിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോമളം ടീച്ചർ നിർവഹിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അമ്മമാർ തുടങ്ങി 100ഓളം പേർ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തു. PTA, SMC ഭാരവാഹികൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കുടുംബശ്രീ ജില്ലാ മിഷൻ കുഴൽമന്നം ബ്ലോക്ക് തലത്തിൽ സമുന്നതി പദ്ധതിയുടെ ഭാഗമായി ആഴ്ചച്ചന്ത നടത്തി. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജാഫർ, പ്രേമ, ഉഷ, രമ്യരാജ്, പ്രീത, ഷീല, ER കൃഷ്ണദാസ്, CDS ചെയർപേഴ്സൺമാരായ ദിവ്യ സ്വാമിനാഥൻ, ബിന്ദു, ഉഷ, ശാന്തനാരായണൻ, പ്രസന്നകുമാരി, മെമ്പർ സെക്രട്ടറി, CDS അംഗങ്ങൾ, ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ G ജിജിൻ, KS ശില്പ, BC ദ്വിതീയ, അക്കൗണ്ടന്റുമാർ, MEC കുടുംബശ്രീ സംരംഭകർ, സമുന്നതി മെന്റർമാർ, RPമാർ എന്നിവർ പങ്കെടുത്തു. ചെയർപേഴ്സൺ V ദേവി സ്വാഗതവും സമുന്നതി നോൺ ഫാം ലൈവ്ലിഹുഡ് മെന്റർ സൗമ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കല്ലേക്കാട് കിഴക്കഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം തുടരുന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച കളമെഴുത്തുപാട്ടുത്സവം നടന്നു. ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ ഒക്ടോബർ 2 വരെ തുടരും. ശത്രുദോഷം, ആഭിചാരദോഷം, ദൃഷ്ടിദോഷം, ദാരിദ്ര്യം എന്നിവയെല്ലാം ഈ വഴിപാടിലൂടെ നീങ്ങുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ആദ്യമായി നടത്തുന്ന കളമ്പാട്ട് താലപ്പൊലി ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മന പരമേശ്വരൻ നമ്പൂതിരിപ്പാടും കളമെഴുത്തുകലയിൽ 50 വർഷം പൂർത്തീകരിച്ച ആചാര്യൻ വേണുഗോപാലക്കുറുപ്പും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, രക്ഷാധികാരി രാധാകൃഷ്ണൻ നായർ, വികസന സമിതി സെക്രട്ടറി രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി മണികണ്ഠൻ, ജോയിന്റ് ട്രഷറർ വിനോദ് മന്നത്ത്, വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ,
എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മണികണ്ഠൻ, അപ്പുകുട്ടൻ, ക്ലർക്ക് രാധാകൃഷ്ണൻ വാര്യർ, മറ്റു ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ കളമ്പാട്ട് ഉത്സവത്തിന് പങ്കെടുത്തു. അകലൂർ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടരുന്നു. ഏതാനും നാൾ മുമ്പ് ക്ഷേത്രത്തിനകത്ത് വെച്ച് ശാന്തിക്കാരൻ മരണപ്പെട്ടതിനെ തുടർന്ന് പ്രായശ്ചിത്ത ശുദ്ധി ക്രിയകൾക്കു ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിനകത്ത് വെച്ച് ശാന്തിക്കാരന്റെ മരണത്തെ തുടർന്ന് തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അദ്ഭുത സിദ്ധി ഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് നവരാത്രി ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ നവീകരണ കലശം നടത്തണമെന്ന നിർദ്ദേശമുണ്ട്. ഇതിന് 15 ലക്ഷം രൂപ ചെലവ് വരും. വിഗ്രഹം മാറ്റി പ്രതിഷ്ഠയുൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭക്തജനങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് കമ്മിറ്റി അഭ്യർത്ഥിച്ചു. നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ 25-ലേറെ കുട്ടിക്കലാകാരന്മാരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റമുണ്ടായി. മായന്നൂർ അഭിലാഷിന്റെ നേതൃത്വത്തിലായിരുന്നു അരങ്ങേറ്റ ചടങ്ങ്. അദ്ദേഹത്തിന്റെ 1 വർഷത്തെ പരിശീലനത്തിനൊടുവിലാണ് കുട്ടികളുടെ അരങ്ങേറ്റം നടത്തിയത്. 20ഓളം മുതിർന്ന കലാകാരന്മാരും കുട്ടികൾക്ക് അകമ്പടിയായി. പുസ്തകപൂജ, വാഹനപൂജ, എഴുത്തിനിരുത്തൽ ചടങ്ങുകളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2 വർഷത്തിൻ്റെ ഉള്ളിൽ നവീകരണ കലശം നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരുക്കത്തിലാണ് നമ്മുടെ കമ്മിറ്റികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ വിജയദശമിയായിട്ട് നമ്മുടെ മായന്നൂർ അഭിലാഷിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ 10-25ഓളം കലാകാരന്മാരുടെ അരങ്ങേറ്റം നടക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് വിനീതമായി കമ്മിറ്റി എന്നുള്ള പേരിൽ അഭ്യർത്ഥിക്കാറ്. 2 വർഷത്തിനകം ക്ഷേത്രത്തിൽ നവീകരണ കലശം നടത്തണമെന്നാണ് ജ്യോതിഷപ്രകാരമുള്ള അറിയിപ്പ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു. ക്ഷേത്രം മേൽശാന്തി ദീപേഷ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മായന്നും കള്ളൻ വിരുതാടു ജാലങ്ങൾ പാലുന്നു പയ്യെ പൈ പൂവേണോ നല്ല നല്ല
गणदक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि പൂജവെപ്പിന് ശേഷം നൃത്തനൃത്യങ്ങൾ ഉണ്ടാകും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ പുസ്തകമെടുപ്പ്, ചെണ്ടമേളം, വാഹനപൂജ, വിദ്യാരംഭം എന്നിവയോടെ ആഘോഷത്തിന് സമാപനമാകും. മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിൽ നാദാമൃതം 2025 സംഘടിപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള നാദവിസ്മയം പ്രോഗ്രാം കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിലാണ് മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രാങ്കണത്തിൽ നാദവിസ്മയം തീർത്തത്. ഓണപ്പുടവ വിതരണവുമുണ്ടായി. ഷഷ്ടി ആഘോഷ കമ്മിറ്റി മുതിർന്ന അംഗങ്ങൾക്ക് പൊന്നാടയും മൊമൻറ്റോയും നൽകി. നാദാമൃതം 2025 ഇരുനിലംകോട് ക്ഷേത്രം പ്രസിഡന്റ് രാഘവൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരികൊളുത്തിയപ്പോൾ മഴക്കാറങ്ങോട്ട് മാറി. അപ്പം ആ ശക്തിയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒക്ടോബർ 27 തിങ്കളാഴ്ചയാണ് നമ്മുടെ ഷഷ്ടി. ഇന്ന് നമ്മളൊരു കൊച്ചു ഷഷ്ടിയായിട്ട് ആഘോഷിക്കുകയാണ് അല്ലേ? എനിക്കതാണ് തോന്നുന്നത്. അപ്പോൾ ആ ഷഷ്ടിയുടെ തുടക്കമാണിത്. ആ തുടക്കത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. 10 സെറ്റ് കാവടി സംഘങ്ങൾ, അതുപോലെ തന്നെ മറ്റ് കേട്ടറിഞ്ഞും കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ സുഗമമായി തന്നെ നമ്മുടെ ഷഷ്ടി നടക്കും. നാദവിസ്മയം പ്രോഗ്രാം കോർഡിനേറ്റർ കൃഷ്ണകുമാർ വള്ളൂപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. കൺവീനർ സന്തോഷ് ഷഷ്ടി ആഘോഷ കമ്മിറ്റി മുതിർന്ന അംഗങ്ങളെയും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളെയും ആദരിച്ചു. ഇരുനിലംകോട് അന്തേവാസി മന്ദിരത്തിലെ അംഗങ്ങൾക്കും ഓണക്കോടി സമ്മാനിച്ചു. ക്ഷേത്രം സെക്രട്ടറി ദേവദാസൻ, കമ്മിറ്റി ഭാരവാഹികളായ സജീഷ്, ശ്രീകാന്ത്, റജിൻ, ബിനീഷ്, വിനീഷ്, വിശാൽ, ജിതിൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി നിതിൻ കാർത്തികേയൻ സ്വാഗതവും പ്രസിഡന്റ് രാജേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ശിവൻ ബ്രദേഴ്സ് മുണ്ടത്തിക്കോടിൻ്റെ നാദസ്വരം, തകിലുകൊട്ട് എന്നിവ നടന്നു. നാദവിസ്മയത്തിൻ്റെ നേതൃത്വത്തിൽ സദ്യയും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വല്ലപ്പുഴ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നൃത്ത സംഗീതോത്സവം തുടങ്ങി. സി സംഗീത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഡോക്ടർ ലതാ ബിന്ദുവിന്റെ സംഗീത കച്ചേരിയുമുണ്ടായി. ക്ഷേത്രത്തിൽ വിജയദശമി നാളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കും. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ച തീരുമാനമുണ്ട്. എനിക്ക് വളരെ മനസ്സും നിറഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. ദുർഗാ ഭഗവതി ക്ഷേത്രത്തെ കുറിച്ചൊക്കെ മാഷ് പറഞ്ഞു. നവരാത്രി ഉത്സവം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നവരാത്രി ഉത്സവം എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. നൃത്ത സംഗീതോത്സവം വളരെ അപൂർവമാണ്, എല്ലാ അമ്പലങ്ങളും ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ദുർഗാ ഭഗവതി ക്ഷേത്രം കൂടിയാവുമ്പോൾ നവരാത്രിയുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള ദൈവം ഭഗവതിയെ ദേവി എന്ന് പറയുന്ന ദുർഗാ ഭഗവതിയാണ്. മാറ്റിലി കരൂർ ദുരന്തത്തോടെ നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രിക്കഴകത്തിന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. TVKയുടെ മുന്നേറ്റം തടയാൻ ഒരു വശത്തെ ശ്രമം നടക്കുന്നതിനിടെയാണ് പ്രതീക്ഷിത ദുരന്തം. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ TVKയ്ക്ക് കഴിയുമോ? മാറ്റിലിയിലേക്ക്. കരൂരിലെ ദുരന്തം TVKയുടെ രാഷ്ട്രീയ ഭാവിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കാൻ സാധ്യതയില്ല. കാരണം ദ്രാവിഡ രാഷ്ട്രീയം എപ്പോഴും നേതാക്കളെ കേന്ദ്രീകരിച്ച് മാത്രമാണ്. ഈ ഒരു ദുരന്തം ഏതാനും ദിവസങ്ങൾ ചർച്ചയാകുക എന്നതിൽ കവിഞ്ഞ്
മറ്റൊരു രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. തമിഴ്നാട് TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനിടെ നിരവധി ആളുകൾ മരണപ്പെടുകയുണ്ടായി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട പക്വത കുറവാണ് ആ സംഭവത്തിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചത്. പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന് കണ്ടറിയേണ്ടതാണ്. കാരണം 40ഓളം പേർ മരിച്ച സംഭവത്തിൽ അതിൻ്റെ നേതാവായ വിജയ് അവിടെ നിന്ന് പോയത് തന്നെ ഒരു ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്താണ് ഇനി അങ്ങേര് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. മാത്രമല്ല TVK തുടങ്ങിയ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കഴിഞ്ഞ നാളുകളിലെ പ്രചരണ പരിപാടികളും നമ്മൾ കണ്ടതാണ്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ കാര്യങ്ങളോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട സംഘടനാപരമായ കാര്യങ്ങളോ നിർവഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. ജനങ്ങൾ ഇത് വിലയിരുത്തും. ആ പാർട്ടിക്ക് ഉണ്ടായ തുടക്കത്തിലുണ്ടായിരുന്ന മേൽക്കോയ്മ ഇനിയും ഉണ്ടാകുമോ എന്ന് ഈ വരുന്ന ആളുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. തമിഴ്നാട്ടിലുണ്ടായ ഈ ദുരന്തം വളരെ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സംഭവമാണ്. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മേളനം നടത്തുമ്പോൾ എടുക്കേണ്ടതായ മുൻകരുതലുകളും ജാഗ്രതകളും എടുത്തിട്ടില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ദുഃഖകരമായ സംഭവം ഉണ്ടായത്. അത് മാത്രമല്ല, ഏതൊരു പാർട്ടിയുടെ സമ്മേളനമാണെങ്കിലും അതിന് ബന്ധപ്പെട്ട സർക്കാർ അത് കൃത്യമായിട്ട് അത് നിയന്ത്രിക്കാനും വേണ്ട സുരക്ഷാ നടപടി സ്വീകരിക്കാനുമുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇവിടെ രണ്ടു കൂട്ടരും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ അവിടേക്ക് ആകർഷിച്ച ആ പാർട്ടി ഈ ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷാ നടപടികൾ, കുടിവെള്ളം കൊടുക്കുന്നതിന് പോലും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, അപക്വമായിട്ട് അവരുടെ ഇടയിലേക്ക് കുപ്പിവെള്ളം എറിഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള അതിഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിച്ചോട്ടെ എന്ന രീതിയിൽ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ യാതൊരു ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്, തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരവൂരിൽ മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാനാകാതെ സമീപവാസിയായ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താനുള്ള ശ്രമം പോലീസുകാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു. ജനജീവിതം ദുസ്സഹമാക്കിയ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്ത്. വാളയാർ അതിർത്തിയിലും തൃശൂർ മുല്ലക്കരയിലും വൻ ലഹരിവേട്ട. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 211 ഗ്രാം മെത്താഫിറ്റമിൻ എക്സൈസ് പിടികൂടി. തൃശൂരിലെ മുല്ലക്കരയിലെ പരിശോധനയിൽ 40 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുമെന്ന് എക്സൈസ് അധികൃതർ. ആരോഗ്യരംഗത്ത് ഒറ്റപ്പാലം നഗരസഭ മറ്റൊരു ചുവടുവയ്പ്പിലേക്ക്. നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിൽ CT സ്കാൻ, USG സ്കാൻ പുതുതായി സജ്ജീകരിക്കും. പദ്ധതി ആരംഭിക്കുന്നതിനായി ഒറ്റപ്പാലം MLA HLയുമായി ധാരണാപത്രം ഒപ്പുവയ്ക്കും. എല്ലാവിധ ആധുനിക മെഷീനറികളും ഉപയോഗപ്പെടുത്തി മെച്ചപ്പെട്ട രീതിയിലുള്ള ചികിത്സ ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആശുപത്രി അധികൃതർ. കാട്ടാനാക്രമണങ്ങളെ തുടർന്ന് പഴയന്നൂർ തിരുമണി ഗ്രാമം കടുത്ത ഭീതിയിൽ. തുടർച്ചയായി 4 രാത്രികളിൽ കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാനോ സ്വസ്ഥമായി ഉറങ്ങാനോ കഴിയാത്ത സ്ഥിതിയെന്ന് നാട്ടുകാർ. പത്തിരിപ്പാലയിൽ പട്ടിക്കാംതൊടി രാമുണ്ണി മേനോൻ ജയന്തി ആഘോഷം. ഈ വർഷത്തെ പട്ടിക്കാംതൊടി പുരസ്കാരം കലാമണ്ഡലം കേശവൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ചടങ്ങ് സംഘടിപ്പിച്ചത് ഗാന്ധി സേവാ സദനവും പട്ടിക്കാംതൊടി സ്മാരക ട്രസ്റ്റും ചേർന്ന്. നവരാത്രി ആഘോഷം തുടരുന്നു. ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികൾ. സമാപനം 2-ന് വിദ്യാരംഭ ചടങ്ങുകളോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.